ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കൈത്താങ്ങ് മാത്രമല്ല, താങ്കൾ എങ്ങനെ പുതിയ തലമുറയെ കൂടി എങ്ങനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. എങ്ങനെ നിങ്ങൾ സ്വാഗതം ചെയ്തവരാ ഈ വലിയൊരു മഹത്തായ ഈ ടെമ്പിൾ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നവരെ അതിൻ്റെ ഇടനാഴിയിലേക്ക് എങ്ങനെയാണ് താങ്കൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? താങ്കൾ പറഞ്ഞു അവർക്ക് കൂടി ഒരു സൗകര്യങ്ങൾ കൊടുക്കുന്നു. തീർച്ചയായിട്ടും അതെങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും ഒരു മിഡിൽ പാത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിൽ ഒരു കോർത്തിണക്കിക്കൊണ്ട് പോയെങ്കിൽ മാത്രമേ ആ പറയുന്ന ഒരു ആത്മബന്ധം നിലനിർത്തി പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനൊക്കെ പണ്ട് കാലത്ത് ഇവിടെ വരുമ്പോൾ ഓരോ സീനിയർ അഭിഭാഷകർ ആരാണ്, കിളു നമ്പ്യാർ സാർ ആരാണ്, ഇതിനെപ്പറ്റി എനിക്കറിയില്ലെങ്കിൽ പോലും ഞാൻ ഓരോരുത്തരോടും ചോദിക്കും ഇദ്ദേഹം ആരാണ്. അപ്പോൾ ഇതിലെ മഹാരഥന്മാരെ അല്ലെ അധികായന്മാരെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയും കുറ്റമല്ല, പുതിയ തലമുറ ഇപ്പം എൻറോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും അവർക്കൊരു വലിയ തലയെടുപ്പുള്ള ഒരു ഓഫീസിൽ ഒരു സീനിയറിൻ്റെ അടുക്കൽ പലപ്പോഴും അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. സാധിക്കാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീനിയേഴ്സിൻ്റെ എല്ലാ ഓഫീസുകളിൽ ഇത്രയും കുത്തൊഴുക്കോടുകൂടി വരുന്ന, ഇത്രയും ലാർജ് ഫ്ലോയിൽ വരുന്ന ഈ പുതിയ തലമുറയിലെ അഭിഭാഷകരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആദ്യം തന്നെ ഈ അസോസിയേഷൻ തന്നെ അതിനൊരു മുൻകൈ എടുത്തുകൊണ്ട് ഈ സീനിയർ അഭിഭാഷകരുടെ ഓഫീസുകളിൽ ഓരോ വർഷവും ഒരു മിനിമം അഭിഭാഷകയെങ്കിലും പുതിയ അഭിഭാഷകരെ അവരവിടെ ആ ഓഫീസിൻ്റെ ഭാഗമാക്കാനുള്ള ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്. ആ ഇൻറ്റേർണൽ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നല്ല ബന്ധം വേണം. സീനിയർ അഭിഭാഷകരുമായിട്ട് നല്ല ആത്മബന്ധം വേണം. അവർക്കൊരു അവസരം കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞാൽ അവരുമായിട്ട് നല്ലൊരു ബന്ധമുള്ള ഒരു അഭിഭാഷകന് അത് സാധിക്കത്തുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ന്യായീകരണം അതിൻ്റെ അകത്ത് കാണുന്നത്, എനിക്ക് ഈ പറയുന്ന ഇവിടുത്തെ പല സീനിയർ അഭിഭാഷകരുമായിട്ടും നല്ല വ്യക്തിബന്ധം പുലർത്തിപ്പോരാൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെ. അതുപോലെ തന്നെ പുതിയ തലമുറ അഭിഭാഷകരുമായിട്ടും നല്ല ആത്മബന്ധം ഞാൻ പുലർത്തിപ്പോരുന്നു. ഇത് ആ പ്രോസസ്സിലേക്ക് ഈ എൻ്റെ എക്സ്പീരിയൻസ് ഒരു വലിയ കൈത്താങ്ങായിരിക്കും എന്നാണ് എൻ്റെ കരുതൽ.